55 റുപ്യാണ്. 55,000 വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്. 49,000 റുപ്യക്ക് ചെയ്ത് കൊടുക്കാം. കൊടുക്കാം. ഓ 6,000 കുറച്ചു. നമ്മള് ചോദ്യം 115 ചോദ്യം നോക്കണ്ട. ആവശ്യക്കാരൻ വന്നാൽ മര്യാദക്ക് കൊടുക്കാം. അതെ, 1,15,000 ചോദിക്കൊണ്ട് ആവശ്യക്കാർ വരുമ്പോ കുറച്ച് കൊടുക്കും. നമുക്ക് ഫൈനൽ 69 റുപ്യ കൊടുക്കാം. 69,000 റുപ്യക്ക് 2010 ആപ്പ് പേപ്പറിലെ വണ്ടി. ഒരു കൊല്ലം പേപ്പറിലല്ലേ? അത് നമ്മൾ 68 റുപ്യാണ് ചോദിക്കണത്. 68 റുപ്യക്ക് ഓട്ടോറിക്ഷ കൊടുക്കാം. 10 മുകളിലാണ് പേപ്പർ ഫുള്ള് റീസ്റ്റോർ ചെയ്ത വണ്ടി കേട്ടോ. റീസ്റ്റോർ ചെയ്ത വണ്ടി അല്ലേ? പണിയെടുത്താണ് കേട്ടോ. 2 മാസം ഇഞ്ചൻ ഗ്യാരണ്ടി കൊടുക്കും. 95 ചോദിച്ചാണ്ട് കുറച്ചും കൊടുക്കും. പണിയെടുത്തോണ്ടാണ് ആ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കണത് കേട്ടോ. എല്ലാത്തിനും ഇതിന് മാത്രമുള്ള ഗ്യാരണ്ടി. ഫൈനൽ 1,45,000 റുപ്യ കൊടുക്കുക. 23 വൈഡ് CNG. ഓ, അത് 79,000 ഓടി വണ്ടില്ല. സിംഗിൾ ഓണർഷിപ്പില് സെക്കൻഡ് ഓണർ. നമ്മളെന്ന് എത്തിക്കണ്ടെന്നാല് ടാക്സിന്റെ ഷോറൂമിലാണ്. ടാക്സി വണ്ടി, ഗുഡ്സുകള്, ആപ്പകള്, ഇനി അതല്ല കാറുകൾ വേണമെങ്കിൽ അങ്ങനെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ നല്ല അടിപൊളി ഷോറൂമിലാണ്. ദിലൂസ് ആണ് നമ്മളെ ഷോപ്പിന്റെ പേര്. റൺവേ മോട്ടോഴ്സ് ആണ് ഷോപ്പിന്റെ പേര് വരുന്നത്. മലപ്പുറം ജില്ലയിലാണ്, മക്കരപ്പറമ്പ്, അതായത് പെരിന്തൽമണ്ണ റോഡിലാട്ടോ. നമ്മളെ പോലുള്ള ദിലുവാണ് നമ്മളെ വീട്ടിലേക്ക് സുഖല്ലേ? ഉഷാറുള്ളല്ലേ? കൊറേ കാലത്തിന് ശേഷം വീട് കൊറേ മുമ്പ് നമ്മൾ ചെയ്തിരുന്നു. 5 കൊല്ലം ചെയ്തിട്ട് ഏകദേശം അല്ലേ? പിന്നെ ക്ലിക്കായി ഇങ്ങോട്ട് വരാനൊന്നും. അതെ, അങ്ങനെ പറഞ്ഞിട്ടോ. അപ്പൊ അങ്ങനെയാണ് പുതിയ ഷോപ്പിൽ എല്ലാ സംഭവം ഉണ്ട്. എല്ലാ ഓഫറുകളും കൊടുക്കുമല്ലേ? എത്ര മുതലാണ് ഓട്ടോറിക്ഷകൾ സ്റ്റാർട്ടിംഗ്? 40 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഗുഡ്സുകളുണ്ട്, എല്ലാ വണ്ടികളുണ്ട്. എല്ലാം ഉണ്ടല്ലേ? വണ്ടികൾ വീഡിയോ കാണിക്കാം നമുക്ക്. അതെ, ആവശ്യക്കാർ വിളിച്ചോട്ടെ. വീഡിയോയുടെ നമ്പർ ഉണ്ട്. ഇനി നമ്മളെ ലൊക്കേഷൻ പറഞ്ഞത്. ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പാലക്കാട് റൂട്ടില് മക്കരപ്പറമ്പ് 36. മലപ്പുറം ജില്ലയിലാണ്, മക്കരപ്പറമ്പ് 36 ആണ്, പെരിന്തൽമണ്ണ റോഡിലല്ലേ? നല്ല അടിപൊളി ഓഫറിലാണ് വണ്ടികളൊക്കെ കൊടുക്കുന്നുണ്ട്. ചെറിയ വിലക്ക് നല്ല 20 മോളിലൊക്കെ 79,000 റുപ്യ അല്ലേ? വില കേട്ടാൽ കിട്ടും. അതെ, പൈസ ഉണ്ടാക്കാൻ പറ്റിയ വണ്ടികളാണ് മെയിൻ ആയിട്ടുള്ളത്. അതിനിടയിൽ ഒരു കിഡ് ഉണ്ട്, 25 മോളിലെ കിഡ് ഉണ്ട്. ഫുൾ ഓൺ കൊടുക്കുക. അത് ഓഫർ വിലക്ക് 4,000 കിലോമീറ്റർ ആ ഓടിയിട്ടുള്ളൂ. ഇപ്പൊ കോളേജിൽ അങ്ങനെ കൊടുക്കാം. എല്ലാം ഉണ്ടല്ലേ? ഈ കാറുകളൊക്കെ നമുക്ക് ആൾക്കാരെല്ലാം ഡെലിവറി കൊടുക്കാല്ലേ? കാറുകൾ നമ്മളത് കുറവാണ്. 1-2 വണ്ടികളേ ഉള്ളൂല്ലേ കൊടുക്കാല്ലേ? ഇനിയിപ്പോ ഇതൊക്കെ ലോൺ കയറും. ഈ ഗുഡ്സുകളൊക്കെ പകുതി ലോൺ കിട്ടും. ലോൺ കയറും. പകുതി ലോൺ കയറി മുട്ടിച്ചു കൊടുക്കും. അത് നമ്മൾ പറയണ്ടല്ലേ? ആവശ്യമായിട്ട് വിളിക്കണ്ടല്ലേ? അപ്പൊ വീഡിയോയിലാണ് കാണാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനലിൽ കാണുന്നത് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് പേജ് പോലെ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിലോ നമ്മൾ ഏകദേശം കുറച്ച് കാലത്തിന് ശേഷം എത്തിക്കണ്ടില്ല. ഒരു 5-6 കൊല്ലായില്ലേ? ഏകദേശം ഒരു 2020 ചെയ്താണ്. ഇപ്പൊ 2026 5 കൊല്ലത്തിന് ശേഷം വരുന്നില്ല. കൊറേ വണ്ടികൾ പുതിയ സ്റ്റോക്ക് അറിയിക്കണു. അതും നല്ല ഓഫറുകളൊക്കെ, ഗുഡ്സുകളും ഓട്ടോറിക്ഷകളും എല്ലാം കൊടുക്കലല്ലേ? ഇതിലും വണ്ടികളുണ്ട്. അതെ, ആദ്യത്തെ വണ്ടി അല്ല അടിപൊളി ആപ്പ ഗുഡ്സിലെ ആപ്പ ഗുഡ്സുണ്ട്, അൽഫ ഗുഡ്സുണ്ട്, എല്ലാ ഗുഡ്സും ഉണ്ടല്ലേ? എല്ലാ വണ്ടികളും. എന്നാ ഇതെങ്ങനെ മോഡലുണ്ട്? 2014 മോഡൽ അൽഫ പ്ലസ് ആണ്. 14 മോഡല് അൽഫ പ്ലസോ? പ്ലസ്. പേപ്പറൊക്കെ റെഡി ആണല്ലേ? പേപ്പേഴ്സ് ഒക്കെ ഒരു 7 മാസം 8 മാസം സമയമുണ്ട്. 8 മാസം പോലെ ടൈം ഉണ്ട്. തുരുമ്പ് കാര്യങ്ങൾ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ലല്ലേ? നല്ല വണ്ടി മാത്രല്ലേ? വൃത്തിയുള്ള വണ്ടിയാ. പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ ഉഷാറാണ്. ടയർ കാര്യങ്ങൾ അതും ഉണ്ട്. ഇതിപ്പോ പിന്നെ കിലോമീറ്റർ കാര്യങ്ങൾ ചോദിക്കൂലല്ലേ? ഗുഡ്സോം അങ്ങനെ ഉണ്ടല്ലേ? അങ്ങനെ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നതല്ലേ? നമ്മള് ചോദ്യം 115 ചോദ്യം നോക്കണ്ട. ആവശ്യക്കാരൻ വന്നാൽ മര്യാദക്ക് കൊടുക്കാം. അതെ, 1,15,000 ചോദിക്കൊണ്ട് ആവശ്യക്കാർ വരുമ്പോ കുറച്ച് കൊടുക്കും. 8 മാസം എല്ലാ പേപ്പറും ക്ലിയർ ആണ്. അതിനേശം നോക്കിയാൽ മതില്ല. ഇപ്പൊ ലോൺ വരെ കറക്കുവോ? നമുക്ക് ഒരു 60-65 റുപ്യ ലോൺ ഉണ്ട്. മലപ്പുറം ഡിസ്ട്രിക്ട് ആണെങ്കിൽ 60-65 റുപ്യ ലോൺ കൊടുക്കാം. ലോൺ കയറി കൊടുക്കാം. അങ്ങനെ ഉണ്ടല്ലേ? 60-65 വരെ ലോണും കയറ്റി കൊടുക്കും. മലപ്പുറം ഏരിയയിലാണ് ചെയ്ത് കൊടുക്കണ്ടല്ലേ? അതെ, എന്തായാലും 10-30 വല്ല മൈലേജ് കിട്ടൂലേ? എന്താ കിട്ടൂലല്ലേ? അതേ മാർക്കാണ്. ഇതാ 2014 മോഡൽ തന്നെയാണ്. അൽഫന്റെ സാധാ വണ്ടിയാണ്. അൽഫന്റെ സാധാ വണ്ടിയാണല്ലേ? പേപ്പർ ഫുള്ള് പുതിയതാ. ഫുൾ പേപ്പർ ക്ലിയർ ആണല്ലേ? ഇഞ്ചൻ വർക്ക് ഇപ്പൊ കഴിഞ്ഞാട്ടോ. പണി എടുത്താണല്ലേ? നമുക്ക് 2-2.5 മാസം ഗ്യാരണ്ടി വേണമെങ്കിൽ കൊടുക്കാം. 2 മാസം ഗ്യാരണ്ടി കൊടുക്കും. ഇഞ്ചൻ ഗ്യാരണ്ടി ഉണ്ടല്ലേ? കാര്യങ്ങളൊന്നുമില്ല. കിട്ടില്ല വണ്ടിയാ. കിട്ടില്ല വണ്ടില്ലേ? ഫ്ലാറ്റ് കാര്യങ്ങളെല്ലാം ഉഷാറാണല്ലേ? നല്ല വൃത്തിയുണ്ട്. എത്ര വണ്ടി നമ്മൾ ചോദിക്കണതല്ലേ? നമ്മൾ 95 റുപ്യ ചോദിക്കും. 95 ചോദിക്കും. എന്തായാലും ചോദ്യം മാത്രം നോക്കണ്ടല്ലേ? ചെയ്ത് കൊടുക്കാം നമുക്ക്. അതെ, ആവശ്യക്കാർ വരുമ്പോ എന്തായാലും കുറച്ചുകൂടി കൊടുക്കും. 95 റുപ്യ ചോദിക്കണ്ടല്ലേ? അതെ, 2 മാസം ഇഞ്ചൻ ഗ്യാരണ്ടിയോ കൊടുക്കും? 2 മാസം ഇഞ്ചൻ ഗ്യാരണ്ടി കൊടുക്കും. 95 ചോദിച്ചാണ്ട് കുറച്ചും കൊടുക്കും. പണിയെടുത്തോണ്ടാണ് ആ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. എല്ലാത്തിനും ഇതിന് മാത്രമുള്ള ഗ്യാരണ്ടി അല്ലേ? ഇതിപ്പോ ലോൺ വരെ കിടക്കുവോ? ലോൺ 50 റുപ്യ ചോദിച്ചു നോക്കാം നമുക്ക്. ലോൺ നമ്മള് ചെയ്യണില്ല, സജ്ജീകരണം നമുക്ക് ചെയ്ത് കൊടുക്കാം. ആളെ നമ്മള് മുട്ടിച്ചു കൊടുക്കാണല്ലേ?
95 വെച്ചാൽ 50 രൂപ ലോണും കയറും. എന്തായാലും ഒരു 10-40 രൂപ മുടക്കി നമുക്ക് വണ്ടി എടുക്കാം. പിന്നെ ആവശ്യക്കാർ വന്ന് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ കുറച്ചും കൊടുക്കാം അല്ലേ? കൊടുക്കാം. അതെ. അടുത്ത അടിപൊളി ഓട്ടോറിക്ഷകളാണല്ലോ അല്ലേ? അത് 2019 മോഡൽ മാക്സിമം സെറ്റ് ആണ്. 19 മോഡല് മാക്സിമം സെറ്റോ? ഫുള്ള് വർക്ക് എടുത്ത വണ്ടി, ഫുൾ പണിപ്പിച്ച. മുമ്പിൽ പരുന്തൊക്കെ ഉണ്ടല്ലേ? പരുന്തും മുളക്കൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ അല്ലേ? നല്ല അടിപൊളി സീറ്റ് കാര്യങ്ങള്, ടയറൊക്കെ ഉഷാറാണ്. എല്ലാം മാറാപ്പും ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ? എടുക്കുന്നവർക്ക് നേരെ എണ്ണ അടിച്ച് ഓടിയാൽ മാത്രം മതിലേ? എണ്ണ ഭാര്യ ഓടുക അത്ര മാത്രം മതിലേ? അടിപൊളി പണിയെടുക്കാല്ല. അതാണ്. പിന്നെ ഫുള്ള് പുതിയ പേപ്പർ, ടാക്സി, ഇൻഷുർ, ബ്രേക്ക്, ക്ഷേമം, ഫുള്ള് പുതിയത്. എല്ലാം ക്ലിയർ ആണ്. സ്കൂട്ടറുകളും കൊണ്ടാകാം, വലിയാലും കൊണ്ടാകാം, എല്ലാത്തിനും പറ്റുമല്ലേ? എത്ര മോഡലാണ്? 2019 ഡിസംബർ വണ്ടിയാ. 19 മോഡല് ഡിസംബർ 20 പക്കത്ത് തന്നെ നിൽക്കണ വണ്ടിയില്ലേ? ഫുൾ പണിപ്പിച്ച വണ്ടിയില്ലേ? ഇത് ഓട്ടം പറയാറ്റില്ലല്ലോ? ഓട്ടൊന്നും പറയണ്ട. പറഞ്ഞല്ലേ? ഓണർഷിപ്പ് എത്ര വന്നാല്? സിംഗിൾ ഓണർ വണ്ടിയാണേ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓ, ചിത്രപ്പണിയൊക്കെ ചെയ്തു പോലെ. അങ്ങനെയൊക്കെയാണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ? ഇത് ചോദ്യം 195 ആണ്. 1,95,000 ചോദിക്കുന്നുണ്ട്. അതിന് മാക്സിമം കുറച്ചിട്ട് കൊടുക്കൂല. ആവശ്യക്കാരൻ വന്ന് നമ്മള് മാനായിട്ട് ചെയ്തു കൊടുക്കും. ഇനി ലോണൊക്കെ ആണെങ്കിലോ? ലോൺ 135, 140 വരെ ലോൺ കിട്ടും. മലപ്പുറം ഡിസ്ട്രിക്ട് ആണെങ്കിൽ. മലപ്പുറം മാത്രമേ കിട്ടുള്ളൂ. മറ്റൊരു സെറ്റപ്പിൽ വന്നാൽ മാത്രം മതി. 195 എന്തായാലും 135 ലോൺ കയറും. ഒരു 50,000 മുടക്കിൽ വണ്ടി ഇറക്കാം അല്ലേ? ആവശ്യക്കാരനും പറ്റില്ല. അതേമാർക്ക് തന്നെ വീണ്ടും ഓട്ടോറിക്ഷ ആണല്ലോ. ഇത് 2010 വണ്ടിയാണ്. 10 മോളില് വണ്ടിയില്ലേ? പേപ്പറൊക്കെ റെഡിയാ? പേപ്പറൊക്കെ ഫുള്ള് പുതിയത്. എല്ലാ പേപ്പറും ക്ലിയർ? ഒരു കൊല്ലം എല്ലാ പേപ്പറും ഉണ്ടാവും. ഒരു കൊല്ലത്തിന് എല്ലാ പേപ്പറും ക്ലിയർ ആണ്. കിലോമീറ്റർ ഇവിടെ ചോദിക്കാത്തല്ലേ അല്ലേ? കമ്പി ചുള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റ് കാര്യങ്ങളൊക്കെ റെഡി ആണല്ലേ? ഇത് ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ് നിലവിലുള്ളല്ലേ? അത്യാവശ്യം എല്ലാം വൃത്തിലുണ്ടല്ലേ? 2010. എല്ലാത്തിനും പൈപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ഫാമിലിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമല്ലേ? നമ്മളെ ബ്രാൻഡ് പറഞ്ഞാല് ബജാജിന്റെ ഓട്ടോറിക്ഷ. പക്ഷെ നമ്മളത് വണ്ടികൾ കുറവാണ്. വണ്ടികളൊക്കെ വന്നിട്ട് വേണമെങ്കിൽ ഞാൻ ആവശ്യക്കാരെ വിളിച്ചോടെ ഏതുകൊണ്ട് നമ്മൾ സെറ്റ് ആയി കൊടുക്കും അല്ലെ? എല്ലാത്തിനും മുമ്പിൽ ഒരു പരിധി ഉണ്ടാവും അല്ലേ? ഉണ്ട്. അതെ. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നാല്? ഇത് നമ്മൾ 68 രൂപയാണ് ചോദിക്കണത്. 68 രൂപയ്ക്ക് ഈ ഓട്ടോറിക്ഷ കൊടുക്കുക. 10 മോളിലാണ്. പേപ്പർ ഫുള്ള് റീസ്റ്റോർ ചെയ്ത വണ്ടി കേട്ടോ. റീസ്റ്റോർ ചെയ്ത വണ്ടി അല്ലേ? പണിയെടുത്താണ് കേട്ടോ. സീറ്റ് ഒക്കെ റെഡിയാണല്ലേ? മുമ്പത്തെ സീറ്റ് മാറ്റി വെച്ചേക്കല്ലേ? അത് മാറ്റി വെച്ചാ. 95 രൂപ അല്ലേ? 68 രൂപ. 68 രൂപ ചോദിക്കണ്ടേ? അത് കുറച്ച് കൊടുക്കും. മാറ്റം വരുത്തി കൊടുക്കാം. ലോണൊന്നുമല്ലോ? റെഡി ആയിക്ക് വണ്ടി എടുക്കാല്ലേ? അല്ല, അതേമാതിരി അൽഫല്ല. ഇത് മാക്സിമ വൈഡ് CNG. മാക്സിമം CNG ആണല്ലേ? വൈഡോ? വൈഡ് 2023 വണ്ടിയാ. 23 മോഡലല്ലേ? അതിൽ ഓട്ടം കാണിച്ചു. ജെനുവിൻ ഓട്ടോ. ജെനുവിൻ ഓട്ടോ അല്ലേ? 79,740 കറക്റ്റ് ഓട്ടാണ്. കറക്റ്റ് ഓട്ടാണ്. CNG ആണ്. CNG ഇതിനുള്ള വരല്ലേ? CNG നടിലെ വരുന്നത്. ചെറിയ ഫാമിലി. 2023 വണ്ടി. 2023 മോഡലല്ലേ? കേരള 88 ആണല്ലേ? നല്ല വൃത്തിയിലുണ്ടല്ലേ? നല്ല വൃത്തിയിലുണ്ട്. ഇതിപ്പോ പേപ്പറൊക്കെ റെഡിയാ? പേപ്പറൊക്കെ ഒരു കൊല്ലം ടെസ്റ്റ് ഉണ്ട്. ഇൻഷുറൻസ് 6 മാസം ഉണ്ട്. പേപ്പറൊക്കെ ഫുള്ള് ഫിറ്റാ. എല്ലാം ക്ലിയർ ആണല്ലേ? എല്ലാ ഭാഗവും ഉഷാറാ. എല്ലാം ഉഷാറല്ലേ? ടയർ ബാഗും കാര്യങ്ങളൊന്നുമില്ല. അതെ. എടുക്കുന്നവർക്ക് ഞാൻ പണികളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാം കൊണ്ട് വർക്ക് എടുത്തിട്ടില്ല. സാധാരണ നോർമൽ വർക്കാ ഉള്ളത്. അതെ, നോർമൽ വർക്ക് എടുക്കണേ എടുക്കും ചെയ്യാലേ? അതെ. അങ്ങനെയാണ് എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കും? ഫൈനൽ 1,45,000 രൂപ കൊടുക്കുക. 23 വൈഡ് CNG. ഓ, അത് 79,000 ഓടി വണ്ടില്ല? സിംഗിൾ ഓണർഷിപ്പില്ലേ? സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടല്ലേ? എന്നാ ലോൺ കയറുമ്പോ ലോൺ കിട്ടും. എത്ര കയറുമ്പോ? ₹1 110 വരെ ലോൺ കിട്ടും. മാക്സിമം ലോൺ കയറും. ചെറിയ മുടക്കിൽ വണ്ടി ഇറക്കല്ലേ? ഒരു 15,000 മുടക്കിൽ ഇറക്കാം. അതിന്റെ ഉള്ളിൽ ആവശ്യക്കാർ പറ്റിപ്പോ ഓരോ പ്രൊഫൈല് കാര്യങ്ങൾ നോക്കി കുറ്റം നോക്കി ചെയ്ത് കൊടുക്കാം. നിങ്ങൾ മുട്ടിച്ചെടുക്കല്ലോ? നമ്മളെ സംവിധാനം ചെയ്ത് കൊടുക്കാം. അതുണ്ട്. ഇതിപ്പോ CNG ഒക്കെ എത്ര മൈലേജ് ഉണ്ട്? ഇതൊക്കെ എന്തായാലും 38 കിട്ടും. ആ ലെവലില് CNG മൈലേജ് ഉണ്ട്. അത് നമ്മൾ പറയണ്ടല്ലേ? തീർച്ചയായും. അതേമാതിരി വീണ്ടും കുറിച്ചാണല്ലോ 2010 മോഡല് ടാക്സി വണ്ടിയാണ്. ടാക്സി വണ്ടി ആണല്ലേ? 10 മോഡല് 2010. ഇത് പേപ്പറൊക്കെ റെഡിയാ? പേപ്പർ ഫുള്ള് 1 ഇയർ. ടാക്സി, ഇൻഷുർ, ഫിറ്റ്നസ് എല്ലാം ഒരു വർഷം ഉണ്ട്. ഒരു കൊല്ലം പേപ്പർ ഉണ്ട്. ഉണ്ടല്ലേ? ഒരു കൊല്ലം ഓടാ. ഒരു കൊല്ലം എങ്ങനെ ഓടല? നമുക്ക് ഫൈനൽ 69 രൂപ കൊടുക്കാം. 69,000 രൂപയ്ക്ക് 2010 ഒരു കൊല്ലം പേപ്പറിലെ വണ്ടി. ഒരു കൊല്ലം പേപ്പറിലല്ലേ? അത് 69,000 രൂപയ്ക്ക്. അതെ. ചെറിയ മുടക്കിയാണ് നമുക്ക് ഇറക്കാൻ പറ്റിയ വണ്ടിയില്ല?
എല്ലാത്തിനും പറ്റുമല്ലോ അല്ലേ? സാധനം കൊണ്ടുപോകാനും കുട്ടികളെ കൊണ്ടുപോകാനും എല്ലാത്തിനും പറ്റില്ല. അല്ലേ? ഇനി ട്രിപ്പ് അടിച്ചാണ്ട് പൈസ ചെറിയ ഉണ്ടാക്കാൻ പ്രൈവറ്റ് പറ്റും. വണ്ടി എടുക്കുന്ന ആവശ്യക്കാരെ ഓർക്കും പറ്റും. ഓർക്ക് ഒരു കൊല്ലം പേപ്പർ ഉണ്ടല്ലോ, അതായിട്ട് അപ്പോൾ പ്രൈവറ്റ് ആക്കിയാൽ മതി. ആ അതെ, അങ്ങനൊക്കെ ചെയ്യാലോ അല്ലേ? ചെയ്യാം. അതെ, ഇത് റെഡി ആക്കിയാലേ ഇറങ്ങുള്ളൂ. ഇതിന് 40 രൂപ അടവ് കിട്ടും. കയറോ? കയറും. 69,000 വണ്ടിക്ക് 40,000 അടവ് കയറൂല. പക്ഷെ ഒരു 30,000 മുടക്കിൽ വണ്ടി ഇറക്കാലോ അല്ലേ? ആൾക്കാർ പറ്റല്ലേ? അടുത്തതേമാതിരി ഒരു ആപ്പ് ഗുഡ്സ് ആണല്ലേ? 2011 ആപ്പ് ഗുഡ്സ് 11 മുകളിലുള്ള ആപ്പ് ഗുഡ്സ് ആണല്ലേ? ചെറിയ കൊട്ട 2011 മോഡല് 7 മാസം 8 മാസം പേപ്പർ വാലിഡിറ്റി ഉണ്ട്. 8 മാസം പേപ്പർ ഉണ്ടല്ലേ? ഇത് എത്ര ഓടിക്കണാവല്ലേ? 2011 നിങ്ങൾ ഓട്ടം ചോദിച്ചല്ലേ? ചോദിക്കാതല്ലേ അല്ലേ? നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓട്ടം ഉണ്ടാവില്ല. ചെറിയ മറ്റേ ഫ്രൂട്ട്സ് പച്ചക്കറിക്കാർക്കൊക്കെ പറ്റിയ വണ്ടിയാ. അതെ, സാധനം കൊണ്ടാനെ പറ്റൂലേ? സാധനം കൊണ്ട നല്ല വൃത്തിയുള്ള വണ്ടിയാ. ടയറും കാര്യങ്ങളും എല്ലാം ഭാഗം ഉഷാറാ. എല്ലാം ഉഷാറാണല്ലേ? എടുക്കുന്നവർക്ക് രക്ഷ പണികളൊന്നും എടുക്കണ്ട. തുരുമ്പും കരുമ്പ് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. വൃത്തിയുണ്ട്. എല്ലാം പണിപ്പിച്ച് എന്നെ കേട്ടുള്ളൂ. 2011 വണ്ടിയുടെ അപേക്ഷ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടി. നല്ല വൃത്തിയുണ്ട് അല്ലേ? അതെ. ഇനിയിപ്പോ മാങ്ങ ഉണ്ടേ മാങ്ങ തേങ്ങ എല്ലാം വിൽക്കാലല്ലേ? എന്നാ വില കുറച്ച് കൊടുക്കും ചെയ്യാം. കൊടുക്കാം. എത്ര പേപ്പർ തരാണ്ട്? പേപ്പർ 6 മാസം ഉണ്ട്. പേപ്പർ ഉണ്ടല്ലോ അല്ലേ? എത്ര ആയിക്കണ്ടെന്നാല്? നമ്മൾ ചോദ്യം 75 ചോദ്യം നോക്കണ്ട. നമ്മൾ ഫൈനൽ 68 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാം. 75 ചോദിച്ച വണ്ടിക്ക് 68 രൂപയ്ക്ക് ഫൈനലായിട്ട് വണ്ടികൾ കൊടുക്കും. ചെറിയ വിലക്ക് പേപ്പർ നിലവിലുള്ള വണ്ടി. അതെ, 6-7 മാസം പേപ്പറുള്ള വണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് 68,000 രൂപയ്ക്ക് അല്ലേ? അതെ. അതേമാതിരി തന്നെ ഈ മഞ്ഞ കളറെ 2008 വണ്ടി. ഇന്നലെ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി. ഇന്നലെ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്നലെ ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ. 2008 വണ്ടി കണ്ടത് 14-15 കെറ്റപ്പ് ഉണ്ടാണ്ട്. അതാണ് 8 മോഡാണല്ലേ? ഫുൾ പേപ്പർ ക്ലിയർ വണ്ടി. പേപ്പർ ഫുള്ള് ക്ലിയർ. ഇനിയിപ്പോ ഒരു കൊല്ലം കഴിഞ്ഞ് നോക്കിയാൽ മതില്ലേ? അതെ. എല്ലാ പേപ്പറും ക്ലിയർ ആണ്. ആവശ്യക്കാരൻ പറ്റല്ലേ? ഇതൊന്നും ഓട്ടോമാറ്റിക് ചോദിക്കണ്ടല്ലോ അല്ലേ? 8 മോഡലായതുകൊണ്ട് നല്ല വൃത്തിയിലുണ്ടല്ലേ? വൃത്തിയുള്ള വണ്ടിയാ. അതെ. തുരുമ്പ് കാര്യങ്ങൾ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ലല്ലേ? മേജർ തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. ഇല്ല, ഒക്കെ പഴിപ്പിച്ച കൊടുത്തിട്ടില്ലേ? അതെ. സീറ്റ് കാര്യങ്ങളെല്ലാം ഉഷാറാണല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇത് പേപ്പറാണ്, തുരുമ്പല്ല. ഇത് പിന്നെ ഓട്ടം ചോദിക്കണ്ട 8 ആവുമ്പോ അല്ലേ? ഇത് എത്ര വണ്ടിക്ക് ചോദിക്കണ്ടേ? ചോദ്യം 55 റുപ്യാണ്. 55,000 വണ്ടിക്ക് ചോദിക്കണ്ടേ? 49,000 റുപ്യക്ക് ചെയ്ത് കൊടുക്കാം. കൊടുക്കും. ഓ, 6,000 കുറച്ചു. 49,000 രൂപ ഓടട്ടെ. അതാറുണ്ട്. ആൾക്കാർ ഓടി 10 രൂപ ഉണ്ടാക്കട്ടെ. എന്നിട്ട് മതില്ലേ? എന്നിട്ട് മതി നമുക്ക്. 49,000 രൂപയ്ക്ക് 49,000 രൂപയ്ക്ക് ഒരു വർഷം പേപ്പറിൽ ആപ്പ് കൊടുത്താണ്. പെട്ടെന്ന് കൊടുക്കൂലേ? എവിടുന്ന് വിളിച്ചാൽ തെറ്റായി കൊടുക്കും. ലോൺ കിട്ടില്ല കേട്ടോ. റെഡി കായ്ക്ക് വണ്ടി ഇറക്കാം. അത് നമ്മൾ പറഞ്ഞിട്ടില്ലേ? അതെ. എന്തായാലും ഒരു 10-30 ലെവൽ മൈലേജ് കിട്ടില്ലേ? മൈലേജ് എന്തായാലും ഉണ്ടല്ലോ അല്ലേ? അതേമാതിരി ആപ്പ് അടുത്ത 2025 മോഡൽ വണ്ടിയാണ്. 25 മോഡല് സെൻസറുള്ള വണ്ടിയാണ്. അൽഫ കോൺഫി. കോൺഫിയോ? 2025 25 മോഡല് 3.5 ലക്ഷം രൂപ വിലയുള്ള വണ്ടി കേട്ടോ ഇതിനല്ലേ? ചെറിയ ചായക്കായ്ക്ക കൊടുക്കണം. ആൾക്കാരെ കൊണ്ടേ ഓടട്ടെ. അതെ, ഓരോ 10 രൂപ ഉണ്ടാക്കി നമുക്ക് സന്തോഷമാവല്ലേ? അതെ. 3 ലക്ഷം ഇറങ്ങുമ്പോ വില ഉണ്ടല്ലേ? 3 ചില്ലറ ഉണ്ട്. വില ഉണ്ടല്ലേ? 2025 വണ്ടി ഫുൾ പേപ്പർ ഫിറ്റ് കിട്ടില്ല വണ്ടി. ആകെ ഓടിക്കണത് 49,000 ഓടിയിട്ടുള്ളൂ. ആകെ 49,000 ഓടിയിട്ടുള്ളൂ. ഓ, നല്ല വൃത്തിയുണ്ട്. അതെ, ആവശ്യക്കാരെന്നാ ഫുള്ള് ക്ലിയർ ആക്കി ചൊറുക്കാക്കി വണ്ടി നമ്മള് കൊടുക്കുള്ളൂ. സീറ്റ് കാര്യങ്ങള്, ടയറ് കാര്യങ്ങൾ എല്ലാം ഉഷാറാണല്ലേ? എല്ലാ ഭാഗവും തന്നെ വണ്ടി. എത്ര പ്രൈസ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമുക്ക് ഫൈനലേ 1,25,000 രൂപ കൊടുക്കാം. 2025 വണ്ടി 25 മോള് 1.25 ലക്ഷം രൂപയ്ക്ക്. 1.25 ലക്ഷം രൂപ വണ്ടി ഇറങ്ങുമ്പോ 3.5 ലക്ഷം വില ഉണ്ടല്ലേ? അതാണ് നമ്മൾ 1.25 ലക്ഷം കിട്ടി നമുക്ക് കൊടുക്കും. ചായക്കായ്ക്ക് വണ്ടി കൊടുക്കണല്ലേ? ഒരു പേടി മേടിച്ചിട്ടുണ്ടോ? വേണമെങ്കിൽ ഫുൾ ലോൺ പാസ്സാവും. ഫുൾ ലോൺ പൈസ മുടക്കണ്ടേ? പൈസ ഒന്നും മുടക്കണ്ട. പല്ലും ചെറിയിട്ട് വന്നാൽ മതി. അതെ, ചുണ്ടും ചെറി. ചുണ്ടും ചെറി പല്ലും ചെറിയ കൊണ്ട് വന്നു കഴിഞ്ഞാല് ഫുൾ ലോൺ ആപ്പന്റെ ഗുഡ്സർ കൊടുക്കാല്ലേ? അല്ലേ, അൽഫന്റെ പാസഞ്ചർ വണ്ടി. അതെ, നല്ല വൃത്തിയിലുണ്ടല്ലേ? ഇതിന്റെ പേപ്പറൊക്കെ റെഡി ആക്കാറല്ലേ? ഒരു പേടി മേടിച്ചിട്ടുണ്ടല്ലോ. അത്യാവശ്യം മൈലേജ് ഉണ്ടല്ലോ അല്ലേ? അതേപോലെ ഇതാണ്. ഇത് 2018 മോഡലോ 2017 വണ്ടിയാ. 17 മോഡല് ബജാജിന്റെ മാക്സിമം ആനവണ്ടി. അങ്ങനെ വരല്ലേ? അങ്ങനെ പറഞ്ഞോളാം. നല്ല ആൾക്കാർക്ക് അറിയുള്ളൂ അല്ലേ? ഇതൊക്കെ പണിപ്പിച്ച വണ്ടിയല്ലേ? ഇതൊക്കെ വൃത്തിയാക്കി വെച്ച വണ്ടിയാണ്. സീറ്റ് കാര്യങ്ങളെല്ലാം ഉഷാറാണല്ലേ? കസ്റ്റമർക്ക് 100 രൂപ എണ്ണ പാര് ഓടാ ഒരു പണിയുള്ളൂ. അത്ര മാത്രമേ ഉള്ളൂ അല്ലേ? എണ്ണ അടിച്ചാൽ വെക്കണം, അത്രേ ഉള്ളൂ. 10 രൂപ ഉണ്ടാക്കും ചെയ്യാം. കമ്പി കാര്യങ്ങൾ എല്ലാ പരിപാടിയും എല്ലാം ഉണ്ട്. ആവശ്യക്കാർ വരുമ്പോ ചൊറുക്കിൽ നമ്മൾ വണ്ടികൾ കൊടുക്കും. നല്ല വൃത്തിയുള്ള ടാക്സി എന്നുള്ള ബോർഡ് വരെ എത്തിമണ്ടല്ലേ? എത്ര ഓടിക്കണ?
ഓട്ടൊന്നും പറയണ്ടാവും 2017 വണ്ടിയല്ലേ. കുറച്ച് ആർക്കും പെരിയുടെ വണ്ടി എടുക്കൂലല്ലോ, ഓടിയിട്ടുണ്ടാവും. ഓടാൻ വേണ്ടി നിലവില് പ്രശ്നങ്ങളൊന്നുമില്ല, എഞ്ചിനും കാര്യങ്ങളൊക്കെ ഉഷാറാണ്. എല്ലാം ഉഷാറാണല്ലേ. ഇത് ഓണർഷിപ്പ് എത്രയാണ്? ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ് നിലവിലുള്ള. അതെ അതെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? നമ്മള് ചോദ്യം 145 ചോദിച്ചു. ചോദ്യം നോക്കണ്ട, അവസാനം വരട്ടെ, നമുക്ക് അമ്മയ്ക്ക് കൊടുക്കും. മാക്സിമം കുറച്ച് പോലെ എടുക്കുന്നു കണ്ട മാക്സിമം കുറച്ച് കൊടുക്കും. കുറച്ചെടുക്കും. ഇതിപ്പോ ആൾ ഇന്ത്യ ആൾ കേരളം കൊടുക്കൂലേ? കൊടുക്കേ കൊണ്ടേ കൊടുക്കുന്ന പരിപാടി ഉണ്ടോ? അല്ല, ഡെലിവറി ഒന്നുമില്ല, അതിനൊന്നും ഒഴിവില്ല. വണ്ടി നോക്ക്, ഒരെണ്ണം എടുത്തോണ്ട് പോവാ. അതെ, അങ്ങനെ പറഞ്ഞില്ല. വന്ന വണ്ടി എന്തായാലും കിട്ടും. കുറെ ആയിട്ട് വണ്ടികളുണ്ട്. അതെ, 1.45. ലോൺ കയറുമോ? ലോണ് കിട്ടും. നമ്മള് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണെങ്കിൽ 50 രൂപ 55 രൂപ വരെ ലോൺ കിട്ടും. ലോൺ കയറും. അപ്പൊ അൻപതിനായിരത്തിന് ചെറിയ കെട്ടുകൊണ്ട് വന്നാ മതി. അതാണ്. അതേ മാർക്ക് തന്നെ ഒരു വെള്ളിമൂങ്ങല്ലോ. വെള്ളിമൂങ്ങല്ല, ജീറ്റോ. അങ്ങനെയാണല്ലേ. ജീറ്റോ 2018 വണ്ടിയാ. 18 മോഡലാണല്ലേ. ഇതിന്റെ പേപ്പർ എവിടെയാ? ഇത് നിലവിൽ അത് പേപ്പർ ഫുള്ള് പുതിയത്. ഫുൾ പേപ്പർ നിലവിൽ ഇപ്പൊ പെൻഡിങ് ആണ്. പുത്തൻ പേപ്പർ എടുത്ത് കൊടുക്കാം. ഫുൾ പേപ്പർ എടുത്ത് ഇൻഷൂർ, ബ്രേക്ക്, ക്ഷേമനിധി അടക്കം എടുത്തിട്ട് പുതിയ പേപ്പറാണ് ചെയ്ത് കൊടുക്കാം. വണ്ടി ഏതല്ലേ സീറ്റ് കയറലൊക്കെ ഉഷാറാണല്ലേ. ഫുൾ കിടിലം വണ്ടിയാ. കിടിലം വണ്ടി എന്ന് പറഞ്ഞാൽ കിടിലം വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണത്. സിംഗിൾ ഓണർഷിപ്പ് ആയിരുന്നോ? അടിപൊളി സീറ്റ് കാര്യങ്ങളെല്ലാം ഉഷാറാണല്ലേ. റീപ്ലേസ് ഒന്നും ഇല്ലാതെ ഒറിജിനാലിറ്റി വണ്ടിയാ. എത്ര ഓടിക്കണത്? ഇത് ഓട്ടം 1.98 ഓടിക്കണം. എല്ലാം ഓടിക്കണ്ടല്ലേ? 1.98 ഓടിയിട്ടുണ്ട്. വേറിങ്ങിന്റെ പണിയൊക്കെ എടുത്താണ്. എല്ലാം പണി എടുത്താണല്ലേ? ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടില്ല. എത്ര ആയിക്കണ്ടേ? ഇത് നമ്മള് ചോദ്യം 3,35,000 ആണ്. നമുക്ക് 3.4 ചെയ്ത് കൊടുക്കാം. 3.30 ചോദിക്കുന്നുണ്ട്. 3.4 ലക്ഷം രൂപ. 18 മോളില് 5 വർഷം. എത്ര? 1 വർഷം പേപ്പർ. 1 വർഷം പേപ്പർ. 1 വർഷം എല്ലാ പേപ്പറും ക്ലിയർ ആക്കിയിട്ട് കൊടുക്കും നമ്മളില്ല. ജീത്തല്ലേ? ടാക്സിൽ ഓടി പൈസ ഉണ്ടാക്കല. എല്ലാത്തിനും പറ്റിയതാണ്. എല്ലാത്തിനും പറ്റും. അതെ. അതേമാതിരി തന്നെ വീണ്ടും ഓട്ടോറിക്ഷ ആണല്ലോ. ഇത് 2018 മോഡൽ മാക്സിമന്റെ സെറ്റ് ആണ്. മാക്സിമന്റെ സെറ്റ് ആണല്ലേ? 18 മോഡൽ ഉണ്ടല്ലേ? 18 മോഡൽ. അതെ, നല്ല അലവില് അലവിൽ തന്നെയാണല്ലേ? അലവിലല്ല, അത് വീൽ കപ്പാണ്. വീൽ കപ്പ് അങ്ങനെ മോഡലാണല്ലേ? എത്ര ഓട്ടം പറഞ്ഞിട്ട് കാര്യം. ഓട്ടം പറഞ്ഞ 2018 മോഡൽ പുത്തൻ പേപ്പർ. എല്ലാ പേപ്പറും 1 വർഷം പേപ്പർ പേപ്പർ 1 കൊല്ലം. അതെ, എല്ലാം ക്ലിയർ ആവണ്ടില്ല. ചെറിയ പൈസ നമ്മൾ കൊടുക്കണേ. ചെറിയ പൈസ ആർക്കും കൊടുക്കാൻ കഴിയാത്ത പ്രൈസിന് നമ്മൾ 18 വണ്ടി കൊടുക്കണേ. ആൾക്കാരെ വേണ്ടി ഓടട്ടെങ്ങായി ഓടിണ്ടാക്കണ്ടല്ലേ? ഓടിയാണ് 10 രൂപ ഉണ്ടാക്കണം. അതാണ് നമ്മളെ ആവശ്യം. ആരും അയ്യെന്ന് പറയരുത്. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണ്ടേ? കൊടുക്കാം. നമുക്ക് 1.25 രൂപ കൊടുക്കാം. 18 വണ്ടി. 1.25 ലക്ഷം രൂപയൊക്കെ 18 മോളില് ആപ്പ് കൊടുക്കാം. മറ്റേ ജീത്ത് കൊടുക്കല്ലേ? മാക്സിമം ജീത്ത് കൊടുക്കല്ലേ? മാക്സിമം സെറ്റ് കൊടുക്കാം. ഓക്കെ, നല്ല വൃത്തിയിലാണ്. ഇനിയിപ്പോ ലോണൊക്കെ ആണെങ്കിൽ ലോൺ കയറ്റി കൊടുക്കാം. ലോൺ 1 ലക്ഷം കയറും. 80-85 വരെ കയറും. മാക്സിമം കയറും അല്ലേ? ലോൺ പരിപാടി നമ്മൾ ചെയ്ത് കൊടുക്കും. ലോൺ നമ്മൾ ചെയ്യണില്ല, ചെയ്ത് കൊടുക്കും. സെറ്റായി കൊടുക്കും. ചെയ്യണോലുണ്ട്. അത്രേ ഉള്ളൂ അല്ലേ? ആവശ്യക്കാർ പറ്റേ ഒരു വരുമ്പോ തന്നെ മലപ്പുറം ഏരിയയിൽ മാത്രം നമ്മൾ ചെയ്ത് കൊടുക്കുള്ളൂ. ഇനി അവര് സെറ്റപ്പിൽ വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യാനല്ലേ? ചെയ്ത് കൊടുക്കാം. അതേമാർക്ക് തന്നെ അപ്പൊ അൽഫ മഹേന്ദ്ര അൽഫ 2014 വണ്ടി. 14 മോള് അല്ലേ? നിലവില് പേപ്പർ 1 മാസമാണ് ഉള്ളൂ. പേപ്പർ നമ്മള് ഫുള്ള് പുതിയത് എടുത്തു കൊടുക്കും. 1 കൊല്ലം പേപ്പർ ചെയ്ത് കൊടുക്കും. 1 മാസം പേപ്പർ ഉള്ളപ്പോ നിലവില് അതൊരു കൊല്ലത്തേക്കാക്കി നമ്മള് ക്ലിയർ ആക്കി കൊടുക്കും. പുതിയ പേപ്പർ എടുത്ത് കൊടുക്കും. അതെ, കേരള 58 ആണല്ലേ? ഇത് രജിസ്ട്രേഷൻ മാറുന്ന ആവശ്യമൊന്നുമില്ലല്ലോ? ഇല്ലല്ല. പിന്നെ അവിടെ പോയി കണ്ട് അവിടെ നിർത്താല്ലേ? 1 കൊല്ലത്തിന് എല്ലാ പേപ്പറും ക്ലിയർ ആക്കിയിട്ട് നമ്മള് വണ്ടി കൊടുക്കും. അതെ അതെ. പിന്നെ ഓട്ടം ചോദിക്കണ്ടല്ലോ? ഓട്ടം ചോദിക്കല്ലേ? ചോദിച്ച കാര്യമല്ലേ? അതെ, 1 ലക്ഷമായി പിന്നെയും 0 തുടങ്ങണം. അതെ, അങ്ങനെയൊക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? നമ്മള് ചോദ്യം വലിയ ചോദ്യം ചോദിക്കും. ചോദ്യം നമ്മള് 95-98 ചോദിക്കണത് നമുക്ക് 89 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാം. 14 വണ്ടി കിട്ടും. അൽഫ എവിടുന്ന് കിട്ടൂല. അതെ, 98,000 ചോദിച്ച വണ്ടിക്ക് നമുക്കൊരു എത്ര? 89,000 രൂപയ്ക്ക് നമ്മള് ചെയ്ത് കൊടുക്കൂല. ഫൈനൽ പ്രൈസ് ആണ്. അതിനൊന്നും പിന്നെ അവിടെ ബാർഗൈൻ ചെയ്യാണ്ടാവില്ല. അതെ, നിങ്ങൾ വന്നോളി. വന്നിട്ട് നമ്മളെ ജില്ലയിലെ കണ്ടാൽ മാത്രം മതി. വാക്കൊക്കെ ചെയ്തു തരും. ഇപ്പൊ ലോൺ കയറുമ്പോ ഇപ്പൊ മലപ്പുറം ഡിസ്ട്രിക്ട് 50 രൂപ 50-55 വരെ ചെയ്യാം. മാക്സിമം ലോൺ കയറ്റി കൊടുക്കാം. അതെ, ലോണ് കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കി തരും. നിങ്ങൾ വന്നാൽ മാത്രം മതി. 1 വർഷം ഫുൾ പേപ്പർ ക്ലിയർ ആക്കിയ വണ്ടി തന്നെ. പിന്നെ 1 വർഷം സുഖമായിട്ട് ഓടി ചെയ്യാനല്ലേ? ഈ വണ്ടിന്റെ കാര്യം നമുക്ക് ഓടിണ്ടാക്കല്ലേ? 2 മാസം വരെയൊക്കെ പൈസ മുതലുള്ളൂ. അതെ, പിന്നെ വിറ്റാലും കിട്ടുമോ പൈസ? പൈസ റെഡിയാ. അതല്ലേ? കൊടുത്ത പിന്നെ ആ വില കിട്ടുമല്ലോ അല്ലേ? ഞങ്ങളെ വിലക്ക് നമ്മൾ വണ്ടി കൊടുക്കണല്ലോ. ചീപ്പായിട്ട് വണ്ടി 35 കൊടുക്കണില്ലല്ലോ. അതെ, 14 വില ശരിക്കാതാണ് നല്ല വണ്ടിന്റെ. അതെ, ചെറിയ കായ്ക്ക് നമ്മൾ കൊടുക്കണുള്ളൂ അല്ലേ? അതെ അതെ. ഈ ഓട്ടോറിക്ഷ എങ്ങനെ? ഇത് നിലവിൽ നമ്മള് വർക്ക് എടുക്കാൻ വേണ്ടി അങ്ങനെ വെച്ചതാണ്. വർക്ക് എടുക്കാൻ വേണ്ടി വന്നാണല്ലേ? ആവശ്യക്കാരെ വന്ന് അങ്ങനെ കൊണ്ടുപോയിക്കോട്ടെ. അതെ, പ്രശ്നമൊന്നുമില്ല. ഇത് ഇവിടുത്തെ പണിയല്ലാന്നുള്ളൂ. 2019 വണ്ടിയാ. 19 മോളിലാണല്ലേ? 2019 സിംഗിൾ ഓണർ വണ്ടിയാ. ഒന്ന് ചെറിയ ചെറിയ അപാകതകളൊക്കെ ഉണ്ട്.
റെഡിയാക്കി എടുക്കണം. ഒക്കെ നമ്മള് റെഡിയാക്കാണ്ട്, പക്ഷെ റെഡിയാക്കി ഇപ്പൊ വന്നിട്ടുള്ളൂ. അതിനുള്ള വിലക്ക് നമ്മൾ കൊടുക്കണം. 2019 വണ്ടി, 19 മോളില് കോമ്പാക്ട് ഡീസൽ വണ്ടി. ഡീസലാ? അതെ. എത്ര വയ്ക്കണമെന്നാല് നമുക്ക് ഫൈനൽ 1,18,000 റുപ്യ കൊടുക്കാം. 19 വണ്ടി പണിയെടുക്കണം കേട്ടോ. പണിയെടുക്കാതെ നമ്മൾ കൊടുക്കണ്ടേ? പണിയെടുത്താണ്ട് റേറ്റ് വണ്ടിന്റെ വില 1,90, 1,95, 2 ലക്ഷം വരെ വിൽക്കണം. ഉണ്ടല്ലേ? ആ, ഓ 45,000, 40 റുപ്യ കയറ്റിയ ഫുൾ വൃത്തിയായ വണ്ടി. പൈസ കയറ്റി കഴിഞ്ഞാൽ റെഡി ആവില്ല. നമ്മള് പണിയെടുക്കാതെ ഇങ്ങനെ വന്ന കോലത്ത് കൊടുക്കാണ്. സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണ്. ചില്ലറ വർക്ക് ചെയ്യാണ്ടല്ലേ? ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഓർഡറുകൾക്ക് ഇങ്ങനെ ഓർഡർ ചെയ്യാം. ഇങ്ങനെ ഓർഡർ എത്ര വണ്ടിക്കാരുണ്ട്? ഉണ്ടല്ലേ? അത് പിന്നെ അവനാണ് ഇഷ്ടമാണല്ലോ. എത്ര? 1,18,000 റുപ്യ ഫൈനൽ പ്രൈസ് ആണ്. 100 രൂപ കുറയാണ്ടാവില്ല. അതെ, 1,18,000 റുപ്യക്ക് പണിയെടുക്കാതെ ഇങ്ങനെ കൊടുക്കാം. ഇതിപ്പോ പണിയെടുത്ത് വരികയാണെങ്കിൽ 2 ലക്ഷം പോലെ ആൾക്കാർ വിൽക്കുന്നുണ്ട്. നമുക്ക് അതൊന്നും വേണ്ട, കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഓടാലല്ലേ? അല്ലേ? ഇനി ലോണ് കയറുമ്പോ അതിന് ലോണ് ഉറുപ്പ് വരെ കയറും. ഉറുപ്പ് ലോൺ കയറും. വെറും 18,000 റുപ്യ നല്ല അടിപൊളി കോമ്പാക്ട് ഓട്ടോറിക്ഷ കൊടുക്കാല്ലേ? കൊടുക്കാം. അതേ മാർക്കന്നെ വേറെ ഒന്നല്ലോ ബ്ലാക്ക്. 2010 മോഡൽ പ്രൈവറ്റ് ആണ്. 10 മോഡല് പ്രൈവറ്റിലെ? ഓ, നല്ല ചൊറുക്കല്ലേ? പണി കഴിഞ്ഞിട്ടില്ല, ചെറിയ ചെറിയ പണികൾ ബാക്കിയുണ്ട്. സീറ്റ് കൊടുക്കാണ്. പണിക്കാളല്ലേ? സീറ്റ് കൊടുക്കിട്ടില്ല. സീറ്റ് കൊടുക്കാളാണല്ലേ? ഇതൊക്കെ പണിക്കാളാണല്ലേ? ഇത് ഓട്ടം പറയാനില്ലല്ലോ? ഓട്ടൊന്നും പറയണ്ടല്ലേ? നല്ല വൃത്തിലുണ്ടല്ലേ? വൃത്തിയുള്ള വണ്ടിയാ. ഇതേമാതിരി പണിക്കാളാണ്. 2010 വണ്ടി. 10 മോഡല് പേപ്പർ ഉണ്ടോ? പുത്തൻ പേപ്പർ, ഫുൾ പേപ്പർ. 5 വർഷം പേപ്പർ ഉണ്ടോ? അല്ല, ഒരു ഫിറ്റ്നസ് 1 വർഷം ഉണ്ടാവുള്ളൂ. ടാക്സ് 5 വർഷം, 1 കൊല്ലം ഇൻഷുറൻസ്. അങ്ങനെയാണല്ലേ? അങ്ങനെയാണ്. എന്താണ് നിലവിൽ ടാക്സിൽ പേപ്പർ തെറ്റിക്കണ വണ്ടിയാണ്. 1 കൊല്ലം കിട്ടും. ഞാൻ 1 കൊല്ലം കഴിഞ്ഞിട്ട് എടുക്കുമ്പോ പിന്നെ 5 കൊല്ലം കിട്ടും. അങ്ങനെയാണല്ലേ? അങ്ങനെയാണ്. അതെ, വെക്കാണ്ട് ബാക്കും കാര്യങ്ങളും എല്ലാ ഭാഗം വൃത്തിയുണ്ട്. അതെ. എത്ര ചോദിക്കണതാല്? നമ്മൾ 75 ചോദിക്കണത്. ചോദ്യം നോക്കണ്ട, ആവശ്യക്കാരൻ വരട്ടെ. 75 ചോദിച്ചാൽ കുറച്ച് കൊടുക്കും. ആവശ്യക്കാരൊന്ന് മാക്സിമം കുറച്ച് വണ്ടി കൊടുക്കുമല്ലേ? തീർച്ചയായും. അതെ, വന്നാൽ മാത്രം മതി. ലോൺ കയറില്ലല്ലോ? ലോൺ കിട്ടൂല. റെഡി 10 ആയതുകൊണ്ട് പിന്നെ അങ്ങനെ ഉണ്ടല്ലേ? പേപ്പറൊക്കെ റെഡിയാക്കി നമ്മൾ കൊടുക്കുള്ളൂ. അതെ അതെ. അപ്പൊ ഈ ഗുഡ്സാണ് പച്ച കളറ്. മക്കാമിന്റെ പച്ച. മക്കാമിന്റെ പച്ച. 2011 വണ്ടിയാ. 11 മോളിലാണല്ലേ? ഇതിലാണ് വണ്ടി. ഒരു ഭാഗം നോക്കാനൊന്നുമില്ല. ടയറ് കാര്യങ്ങൾ അതുണ്ട്. നല്ല വൃത്തിയുണ്ടല്ലേ? പെയിന്റിംഗ് ഒക്കെ കാണിച്ചു കൊടുക്കേ. തുരുമ്പ് കാര്യങ്ങൾ ആ വിഷയം തന്നെ ഉണ്ടാവില്ല. തുരുമ്പില്ലാത്ത, കരിമ്പില്ലാത്ത, ആവില്ലാത്ത വണ്ടി. കിടില വണ്ടില്ലേ? കിടിലം വണ്ടി. അതെ. ഫുള്ള് പുതിയ പേപ്പർ. 1 കൊല്ലം ഫുള്ള് പേപ്പറുണ്ട്. 1 കൊല്ലം പേപ്പർ ഉണ്ടല്ലേ? അപ്പൊ അതിനനുസരിച്ച് നോക്കിയാൽ മതി. എല്ലാ കച്ചവടക്കാർക്കും പറ്റുണ്ടല്ലേ? സാധനം കൊണ്ടുപോകാൻ പറ്റും. എല്ലാതും പറ്റുണ്ടല്ലേ? ഇത് എത്ര ചോദിക്കണ്ടേ? ഇത് പണിയെടുത്താൽ നമുക്ക് വില വണ്ടി. നമുക്ക് 85 റുപ്യ വരും. 2011 വണ്ടിയാണ്. നമ്മൾ ഈ വണ്ടി കാണിച്ചാ ഇതാണ് നമ്മൾ പറഞ്ഞത്. 69 റുപ്യ കൊടുക്കുക. 2 വണ്ടി 11 ആണ്. അതെ, 2 11 അതിന് 85 ചോദിക്കണ്ടേ? ഇതിന് 69 റുപ്യക്ക് ഫൈനൽ. അതെ, ഇത് കുറച്ച് പണിപ്പിച്ചാൽ പൈസ ആയിക്കോളൂ. അതുകൊണ്ട് അങ്ങനെ കൊടുക്കണ്ടേ? പക്ഷെ ക്വാളിറ്റി വൃത്തി മസ്റ്റ് ആണല്ലേ? കിട്ടില്ല വണ്ടിയാ. അതെ. എന്തായാലും പിന്നെ 1 വർഷം പേപ്പർ ഉണ്ടല്ലോ? 1 വർഷം പേപ്പറുള്ള വണ്ടിയില്ലേ? ഇതൊക്കെ പേപ്പറിലുണ്ട്. എന്താ 69 റുപ്യക്ക്? അതെ, 85 റുപ്യക്ക് എല്ലാം കൊടുക്കാല്ലേ? അതേമാതിരി ഒരു ഓട്ടോറിക്ഷ ഉണ്ടല്ലോ ആപ്പാസിറ്റിയുടെ പ്രൈവറ്റ്. ആപ്പാസിറ്റിന്റെ 5 കൊല്ലം പേപ്പർ. 5 കൊല്ലം പേപ്പർ ഉണ്ട്. ഓ, വണ്ടി ഇന്നലെ വന്നിട്ടുള്ളൂ. ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. ഒന്ന് വൃത്തിയാക്കണ്ടല്ലേ? വൃത്തിയാക്കിയിട്ട് പുത്തൻ പേപ്പറിൽ നമുക്ക് കൊടുക്കാം. എല്ലാം ക്ലിയർ ആക്കിയേ കൊടുക്കുള്ളൂ. എല്ലാം ക്ലിയർ ആക്കിയേ കൊടുക്കുള്ളൂ. അത് ഇന്നലെ വന്നിട്ടുള്ള വണ്ടി. അതെ, സെറ്റ് ചെയ്യാണ്ട് ഒക്കെ ചൊറുക്കാക്കി ലെവലാക്കിട്ട് കൊടുക്കുള്ളൂ. എത്ര കൊടുക്കാന്നാല്? നമുക്ക് ഫൈനൽ 5 കൊല്ലം പേപ്പറിൽ 39 റുപ്യ കൊടുക്കാം. 39,000 റുപ്യ കൊടുക്കും. 5 കൊല്ലം പേപ്പറിൽ ആപ്പാസിറ്റി 2010 വണ്ടി. 10 മോളിലെ ആപ്പാസിറ്റിയിലെ 5 വർഷം പേപ്പർ 39,000 റുപ്യല്ലേ? റെഡി ആയിക്ക് വണ്ടിയൊക്കെ. ലോണൊന്നും കയറില്ലല്ലോ? ലോണൊന്നും കിട്ടൂല. ആ പരിപാടി തന്നെ കിട്ടൂലല്ലേ? ആവശ്യങ്ങൾ പറ്റും. ചെറിയ ഒരു നീക്കുപോക്കായി തീർക്കാല്ലേ? അത് വേറണ്ട്. നമ്മുടെ അടുത്ത് കാറും ഉണ്ടോ? കാറൊക്കെ എപ്പോഴെങ്കിലും എടുക്കുക. ഇടക്കിടക്കാൻ വരൂല? പഠിച്ചല്ലേ? അത് ഗുഡ്സും കാറും എല്ലാം ആണല്ലേ? കുറച്ചിട്ടുണ്ടായിക്കോട്ടെ. ഇന്നത്തെ അങ്ങനെ മോളിലായിരുന്നാലേ? 2025 വണ്ടിയാ. 25 മോളിലെ കിഡാണ്. ഇറങ്ങിയിട്ടില്ല. കമ്പനി ഇറക്കിയ മാതിരിയുള്ളത്. ഓ, 4000 ഓടിയിട്ടുള്ളൂ. ആകെ 4000 ഓടിയിട്ടുള്ളൂ. 4000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലേ? 1 കൊല്ലം ആയിട്ടില്ല. 1 കൊല്ലം ആയിട്ടില്ലേ? 25 മോഡല് കിഡാണ് ഈ കിടക്കുന്ന മോഡല്. സെപ്റ്റംബർക്ക് 1 കൊല്ലാവുള്ളൂ. അതെ, വെറും 4000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 4,32 ഒക്കെ. 432 ലെവലാണ് ഇപ്പൊ നിലവിൽ. കമ്പനി സർവീസ്. പിസ്റ്ററുള്ള വണ്ടി. അത് മാനുവലാണ്. നല്ല കിടലം വണ്ടി. ഇത് 1000 cc കേട്ടോ. 1000 cc ആണല്ലേ? RX അല്ലേ? അതെ. ഇത് റീപ്ലേസ്മെന്റ് ചോദിക്കണ്ടല്ലോ? ചോദിക്കണ്ട. അതെ, ഷോറൂം നടക്കുന്ന കണ്ടീഷനിലെ ടയറും കാര്യങ്ങളെല്ലാം ഫുൾ കണ്ട ടയറും ഉണ്ടല്ലോ. ഇത് അങ്ങനൊക്കെ ആണെങ്കിൽ എത്രയാണ് ഈ കിട്ടും നമ്മൾ ചോദിക്കുന്നത്? നമ്മള് ചോദ്യം 3,95,000 റുപ്യാണ്. നമുക്ക് 3,90,000 കൊടുക്കാം. 3,95,000 റുപ്യ 25 മോളില് വെറും 4000 കിലോമീറ്റർ കിട്ടു കൊടുക്കാം. കൊടുക്കാം.
ലോൺ എത്ര ഫുൾ ലോണോ? ഫുൾ ലോൺ കിട്ടുന്നേ. ഫുൾ ലോൺ ഓർമ്മ മുടക്കും വേണ്ട, ആൾക്കാർ വന്നാൽ മാത്രം മതിലേ. ട്രാക്കിലാണെങ്കിൽ ഫുൾ ലോൺ തന്നെ കിട്ടും. ഇനിയിപ്പോ അതല്ല, ഇതൊന്നും വരാൻ കഴിയില്ല, ആൾക്കാരെ ഡെലിവറി കൊടുക്കും. ഈ കാർ നമുക്ക് ഡെലിവറി കൊടുക്കും. ഗുഡ്സുകളൊക്കെ വന്ന് കണ്ടോട്ടല്ലേ. അതാറുണ്ട്. എന്തായാലും മാക്സിമം ഫുൾ ലോൺ ആണ്. ചെറിയ ലോ കിലോമീറ്റർ 4000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് ചെയ്യാത്ത ഗ്യാരണ്ടി ഉണ്ടല്ലേ? ഗ്യാരണ്ടി കൊടുക്കാം. അതെ, ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും വേണ്ടിട്ടോ. അടുത്ത് പിന്നെ നല്ല അടിപൊളി ഗുഡ്സ് ആണല്ലേ. ഗുഡ്സ് കണ്ടെയ്നർ ബോഡി 2013 വണ്ടി. 13 മോള് ബോഡി കെട്ടി വണ്ടില്ല. ബ്രെഡും കച്ചവടക്കാരും മുട്ട കച്ചവടക്കാരും ആർക്കും ഇതിനൊക്കെ പറ്റിയ വണ്ടില്ല. അതെ. എത്ര ഇതൊക്കെ ഓടിക്കണെന്നാല് ഓട്ടൊന്നും പറയണ്ട. 2013 വണ്ടിയാ. പേപ്പർ നിലവില് 1.5 മാസം പേപ്പറുള്ളൂ. പേപ്പർ നമ്മൾ പുതിയ ചെയ്ത് കൊടുക്കാം. 1.5 മാസം പേപ്പർ കൊല്ലം പേപ്പറിലാണ് കൊടുക്കാം. ഒരെല്ലാം പേപ്പർ എത്ര കൊടുക്കുള്ളൂ? അതെ, നല്ല വൃത്തിയുള്ള അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ? തുരുമ്പ് കാര്യങ്ങൾ അങ്ങനത്തെ വിഷയങ്ങളൊന്നും അടുപ്പിച്ചിട്ടല്ലേ. നല്ല വൃത്തിയിലുണ്ടല്ലേ. ചൂട് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടില്ലേ. ബ്രെഡും കച്ചവടക്കാർക്കും പറ്റും, മുട്ട കച്ചവടക്കാർക്കും പറ്റും, എല്ലാവർക്കും പറ്റും വണ്ടില്ല. ഒരു പേടിയും പേടിച്ചണ്ട. എത്ര നമ്മൾ ചോദിക്കണം? പ്രൈസിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് നമുക്ക് ഫൈനൽ പ്രൈസ് ഒരു കൊല്ലം പേപ്പർ 69,000 റുപ്യ കൊടുക്കുക. ഇവിടുന്ന് കിട്ടൂല. വേറെ 69,000 പേപ്പറിലെ വണ്ടി. ഓ, ഒരു കൊല്ലം പേപ്പറിൽ 69,000 റുപ്യക്കില്ല. മുട്ട കച്ചവടക്കാർക്ക് പറ്റും, ബ്രെഡും കച്ചവടം എല്ലാ കച്ചവടക്കാർക്കും പറ്റുമല്ലോ അല്ലെ. സാധനം കൊണ്ടാലും പറ്റില്ല, പറ്റും വണ്ടില്ല. 69,000 റുപ്യക്ക്. അതെ. അതേമാതിരി ബാഗത്തെ ആപ്പേ അത് അൽഫാണ്. 2017 വണ്ടിയാ. 17 മോൾ അൽഫല സ്റ്റോക്ക് കണ്ടീഷനിലാണ്. അവൻ ഞാൻ വന്നിട്ടുള്ളൂ. പണി എടുക്കാൻ വേണ്ടി വെച്ചതാ. ഫുള്ള് പണി ഇങ്ങനെ കൊടുക്കാം. നിലവിലൊന്ന് അങ്കിന്റെ വൃത്തിയാക്കാണ്ട് ചെറിയ കേക്ക് കുട്ടപ്പനാക്കാനൊക്കെ ഉണ്ടല്ലോ അല്ലേ? അതെ അതെ. എല്ലാം ചൊറുക്കായിട്ട് കൊടുക്കും. എത്ര അല്ല, ഇങ്ങനെ കൊടുക്കണം, ഇങ്ങനെ കൊടുക്കാം. ചൊറുക്കാക്കണ പിന്നെ വിലന്റെ മാറ്റം ഉണ്ടാവില്ലേ? അതാണ്. ഇങ്ങനെ കൊടുക്കാം. ഇത് വന്ന കണ്ടീഷനില് എത്ര കൊടുക്കാം? 2017 മോഡൽ അൽഫന്റെ കോൺഫിഡൻസ്. ഒന്ന് ടച്ചപ്പും കാര്യങ്ങളൊന്നും ചെറിയ ചെറിയ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഫൈനലി കോളത്തിൽ 1,30,000 റുപ്യ കൊടുക്കാം. 17 വണ്ടി. 17 മോൾ 1.30 വണ്ടി ഇങ്ങനെ കൊടുക്കും അല്ലേ? ടച്ച് ചെയ്ത് ക്ലിയർ ആക്കുകയാണെങ്കിൽ 1-2 റുപ്യ ആവും. പണിയെടുക്കുകയാണെങ്കിൽ 2 റുപ്യ എന്തായാലും ആവും. എന്താ ആവുമല്ലോ അല്ലെ? അതെ, ചെറിയ ടച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. ചെറിയ ആവശ്യക്കാരാണ് ഇപ്പൊ ഇങ്ങനെ ഓടാ. അതെ, ഒരു കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ല. 1.30 ഇങ്ങനെ വണ്ടികൾ കൊടുക്കും. എന്നാ കോലത്തിൽ കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ 2 റുപ്യേന്റെ മേലെ എന്തെങ്കിലും പണി വരും. അതേ മാർഗം ഈ വണ്ടിയാണ്. ഇത് 13 ആൽഫ പ്ലസ്. 13 മോളില് ആൽഫ പ്ലസ് ആണല്ലേ? ഇതൊക്കെ ലോൺ കയറുമല്ലോ അല്ലേ? ഇതിനൊക്കെ ലോൺ കിട്ടും. കയറും. ഇത് പിന്നെ ഓട്ടം ചോദിക്കണ്ട. 2013 മോഡൽ വണ്ടി. ഒരു കൊല്ലം പേപ്പർ തെറ്റിക്കാണ്. പുതിയ ചെയ്ത് കൊടുക്കും. പേപ്പർ എടുത്തിട്ട് നമ്മൾ കൊടുക്കുള്ളൂ. അതെ അതെ. തുരുമ്പും കാര്യങ്ങളൊന്നും പേപ്പർ എടുത്തിട്ട് ഓരോ പേർക്ക് മാറിയിട്ട് നമ്മൾ വണ്ടികൾ കൊടുക്കും. വണ്ടി കൊടുക്കുള്ളൂ അല്ലേ? എല്ലാം സെറ്റ് ആയിട്ട് കൊടുക്കുള്ളൂ അല്ലേ? ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് കൊടുക്കുക. എത്ര കൊടുക്കുന്നത്? നമുക്ക് ഫൈനൽ 1.5 കൊടുക്കാം. 13 വണ്ടി. 13 മോള് 1,05,000 പ്ലസ് ആണ്. സാധല്ല പ്ലസ്. അൽഫ പ്ലസില 1,05,000 റുപ്യക്ക്. അതെ അതെ. അല്ലെ? ഇനി കുറക്കുവോ? ഇങ്ങനെ കുറയല്ല, ഫിക്സ് പ്രൈസ് ആണ്. അതാണ്. ഇനിയിപ്പോ ആവശ്യക്കാർ വരുമ്പോ ലോൺ ആയിട്ട് കൊടുക്കല്ലോ അല്ലേ? ലോൺ നമുക്ക് ചോദിച്ചോക്കാം. കിട്ടുന്നമാര് കയറ്റി കൊടുക്കും. അതെ. അതിന് ബാക്കിൽ ആപ്പുകളൊക്കെ ഉണ്ടല്ലോ. ബജാജിന്റെ മാക്സിമം ആണ്. നമ്മള് നേരത്തെ അപ്പുറത്ത് 2017 വണ്ടി തന്നെ പറഞ്ഞത് 1.45 ആണ്. നമുക്ക് വെറും 95,000 റുപ്യ കൊടുക്കാം. 17 സെയിം വണ്ടി തന്നെ. അതായത് ഇവിടുത്തെ പണിയല്ല, അത് പണി കുറച്ച് ഹൈറ്റുള്ള പണിയാണ്. ഇങ്ങനെ ഓടാ പ്രശ്നമൊന്നുമില്ല. പണിയെടുത്ത വണ്ടിയാണ് മറ്റേ വണ്ടി. അതിനത്ര വില 95 റുപ്യ. 95 റുപ്യക്ക് 2017 വണ്ടി. പുതിയ ടെസ്റ്റ് എടുത്ത വണ്ടി. പുതിയ ടെസ്റ്റ് 1 വർഷം പേപ്പറൊക്കെ ഉള്ള വണ്ടിയില്ല. എവിടൊന്നും കിട്ടൂല. അതെ, വെറും 95,000 റുപ്യക്കല്ല. 2017 മാക്സിമം. മാക്സിമം കുറച്ച് ഹൈറ്റ് കൂടിക്കണുള്ളൂ. പുറത്തെ വണ്ടിയാണ് അല്ലേ? അതെ അതെ. അത് പുറത്തല്ല, കേരളത്തിന് പുറത്തല്ല. തലശ്ശേരി വണ്ടിയാണ്. തലശ്ശേരി. അതെ, നമ്മള് മലപ്പുറം വണ്ടി അല്ലാന്നുള്ളൂ. അതെ. 95 റുപ്യക്ക്. എന്നാ അതേപോലെ ഇതോ? അത് 2020 മോഡല്. 2021 റൈസർ. സെൻസറുള്ള വണ്ടി. സെൻസറുള്ള ആപ്പാണല്ലേ? അത് പുതിയ പേപ്പറിൽ നമുക്ക് 1.5 കൊടുക്കാം. 1,05,000 റുപ്യ കൊടുക്കാം. ഇതൊക്കെ ലോൺ കയറൂലേ? അതിനൊരു 80-85 റുപ്യ ലോൺ കൊടുക്കാം. സീറ്റ് കാര്യങ്ങളെല്ലാം ഉഷാറാണല്ലേ? 80-85 ലോണും കയറും. 1,05,000 ചോദിക്കുള്ളൂ അല്ലേ? 10,000-30,000 മുടക്കിലും ഫുൾ ലോൺ കുറെ കുടിസുകൾ ഉണ്ടല്ലോ, ആപ്പുകളുണ്ടല്ലോ അല്ലേ? ഈ കുടിസാണ് 2020 വണ്ടിയാണ്. 20 മോളിലെ ആപ്പാണല്ലേ? സെൻസർ വണ്ടിയാണ്. സെൻസറുള്ളതാണല്ലേ? അത്യാവശ്യം വൃത്തിയുള്ള കമ്പിയൊക്കെ നല്ല ഹൈറ്റിലുണ്ടല്ലോ അല്ലേ? ഷീറ്റും എല്ലാം മാറാപ്പുണ്ട്. എല്ലാം ഉണ്ട്. എല്ലാം ഉഷാറാണല്ലേ? തുരുമ്പും കരിമ്പും കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടിനെ അടുപ്പിച്ചിട്ടില്ല. അതെ. ഇരുട്ടി വണ്ടിയാണ്. ഇരുട്ടിയിൽ കടപ്പുറല്ലോ. അതെ, അതുകൊണ്ടല്ലേ? അതുകൊണ്ട് തുരുമ്പും കാര്യങ്ങളും പരിപാടികളൊന്നും ഇല്ല. നല്ല വൃത്തിയിലുണ്ടല്ലേ? ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഇത് സിംഗിൾ ഓണർ വണ്ടിയാ. സിംഗിൾ ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ്. ഓ, എത്ര ആയിക്കണോ? ഇതിന്റെ പ്രൈസ് കേട്ട ചന്തപ്പെടും. അമ്മാരി വണ്ടി പ്രൈസ് ഫൈനൽ നമുക്ക് 79,000 റുപ്യ കൊടുക്കാം. പുത്തൻ പേപ്പറില്. ഓ, വേറെ 79,000. 2020 വണ്ടി. 20 മോള് 79,000 റുപ്യക്ക് 1 വർഷം പേപ്പർ കാര്യങ്ങളെല്ലാം ക്ലിയർ ഉള്ള വണ്ടിയില്ല. വണ്ടിയാണ് വിലക്ക് കൊടുക്കുന്നത് കേട്ടോ. കസ്റ്റമർക്ക് അറിയാം വണ്ടിനെ പറ്റി. അതെ, ചെറിയ വിലക്ക് നമ്മൾ വണ്ടി കൊടുക്കുകയാണെങ്കിൽ വെറും 79,000 റുപ്യക്ക് സെൻസറുള്ള ആപ്പല. അതാണ് ലോൺ കയറുമ്പോ
ഇതിന് ലോൺ കിട്ടും. ഇതിന് ശ്രീരാം അങ്ങനെ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ഫുൾ ലോൺ തന്നെ കിട്ടും. ഫുൾ ലോൺ കയറും അല്ലേ? 110 കട കിട്ടുവാണെങ്കിൽ. ഓ അപ്പൊ ക്യാഷ് ബാക്ക് വേറെ ഉണ്ട്. 79,000 വണ്ടിക്ക് 110 ലോണും കയറും. ബാക്കി ഒരു 10,20,000 നമുക്ക് ക്യാഷ് ബാക്ക്. അതെ. അതേപോലെ ഈ ആപ്പ് വരെ ഇത് 2012 വണ്ടിയാ. 12 മോള ആപ്പല്ലേ? അതെ. ഇത് പിന്നെ ഓട്ടം ചോദിക്കണ്ട. ഇത് ഓണർഷിപ്പ് എത്രയാണോ? ഇത് 3ാമത്തെ ഓണറൊക്കെ ആയിട്ടുണ്ട് നിലവിലുള്ളല്ലേ? ഇതൊക്കെ പേപ്പർ റെഡിയാ? പേപ്പർ ഇപ്പൊ നിലവിൽ തെറ്റിക്കാണ്. നമുക്ക് ചെയ്ത് കൊടുക്കാം. 1 വർഷം പേപ്പർ എടുത്ത് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ വണ്ടികൾ കൊടുക്കൂല. നല്ല വൃത്തിലുണ്ടല്ലേ? എത്ര കൊടുക്കുന്നാല്? നമുക്ക് 75 ചോദിക്കണത്. ചോദ്യം നോക്കണം. നമുക്ക് മാന്യമായിട്ട് ചെയ്ത് കൊടുക്കാം. അതെ, 75,000 ചോദിച്ചാണ്ട് എന്തായാലും കുറച്ച് കൊടുക്കും. ലോൺ കയറില്ലല്ലോ? ലോൺ കിട്ടും. 40 രൂപ അടവ്. ലോൺ കയറും. എന്തായാലും ഒരു 10,000 മുടക്കാണെങ്കിൽ നല്ല അടിപൊളി ആപ്പന്റെ ചെറിയ കച്ചവട പരിപാടി പറ്റുമല്ലോ? വലിയ പരിപാടിക്ക് തന്നെ പറ്റും. നല്ല വണ്ടിയാ. അതെ, തുരുമ്പും കാര്യങ്ങളൊന്നുമില്ല. പേപ്പർ എടുത്തിട്ട് നമ്മൾ വണ്ടി കൊടുക്കുന്നുണ്ടോ? ആശക്കാരെ വിളിച്ചോട്ടല്ലേ? അത് ഈ ബാക്കത്തെ വണ്ടിയോ? CNG 2021 സെറ്റ്. മാക്സിമം സെറ്റ് ആണല്ലേ? CNG അല്ലത്? CNG. അതെ. എത്ര ഓടിക്കണ്ടാവല്ലേ? ഓട്ടം നോക്കണ്ട. ഇന്നത്തെ വണ്ടി പിന്നെ നോക്കിയിട്ടും കാര്യമില്ലല്ലേ? ഇതൊക്കെ കൈ കുട്ടപ്പനൊക്കെ ചൊറുക്കായിട്ട് കൊടുക്കൂലേ? കൊടുക്കാം. എത്ര വയ്ക്കണ ഇതിന്? ഇത് നമ്മള് പുതിയ പേപ്പറിൽ ഇപ്പൊ നല്ലൊരു പേപ്പർ തെറ്റിക്കണം. പുതിയ പേപ്പർ നമുക്കത് പുതിയ പേപ്പറിൽ 1,45 കൊടുക്കാം. 1,45,000 CNG ഉള്ള മാക്സിമം സെറ്റ് കൊടുക്കൂലേ? ഇനി ലോണൊക്കെ ആണെങ്കിൽ ഫുൾ ഓൺ കയറുമോ? ഇതുപോലെ 1,20, 1,25 വരെ ലോൺ കിട്ടും. ലോൺ കയറും. ആവശ്യക്കാരൻ വന്നാൽ മാത്രം മതിലാ? അതാറുണ്ട്. അടുത്ത പിന്നെ വെള്ളിമൂങ്ങ വീണ്ടുല. വെള്ളിമൂങ്ങ ഞങ്ങളത് മോഡലെന്ന് പറഞ്ഞാണ് 2018 വണ്ടി. 18 മോഡല് വെള്ളിമൂങ്ങയാണല്ലേ? ഇന്നലെ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാ. ഇന്നലെ കഴിഞ്ഞിട്ടുള്ളൂ. പേപ്പർ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണല്ലേ? ഇത് ഓട്ടം പറയുന്നത് ഇത് ഓടാനേ കട്ടാക്കെ ഓട്ടം പേരോട്ടം. അടുത്ത വണ്ടി പിന്നെ വെള്ളിമൂങ്ങല്ലേ? വെള്ളിമൂങ്ങ കിടലൻ ചുവപ്പ് കളറല്ലേ? ടാറ്റ ഐറിസ് 2018 വണ്ടി. ടാറ്റ ഐറിസ് 18 മോഡലോ? നല്ല വൃത്തിയുള്ള കിട്ടിലും വണ്ടിയാണ്. ക്ലീൻ പീസ് വണ്ടിയാ. ക്ലീൻ പീസ് വണ്ടിയാണ്. ഓണർ സിംഗിൾ ഓണർഷിപ്പ് വരുള്ളൂ. ഓ പിന്നെ ഓട്ടം ചോദിക്കണ്ടല്ലേ? ടാക്സ് വണ്ടി പിന്നെ അത്യാവശ്യം ഓട്ടം ഉണ്ടാവില്ല. 2018 വണ്ടി. അതെ, നല്ല വൃത്തിയുള്ള വണ്ടിയാണല്ലേ? സീറ്റ് പേപ്പർ റെഡിയാ? പേപ്പർ ഇന്നലെ ടെസ്റ്റ് കഴിഞ്ഞാണ്. അപ്പൊ അതിന്റെ ശേഷം നോക്കിയാൽ മതില്ലേ? ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതില്ലേ? അതെ, ഉരുമ്പും കാര്യങ്ങളൊന്നുമില്ല. ഒരു സിംഗിൾ ഓണർ. സിംഗിൾ ഓണർഷിപ്പ് അല്ല, വൃത്തിലുണ്ടല്ലേ? നമ്മളെ ഗഡികളെ വണ്ടിയാ. തൃശ്ശൂർ വണ്ടിയാ. ഗഡി അല്ലേ? ഗഡികളെ വണ്ടി അല്ലേ? തൃശ്ശൂർ വണ്ടിയാണ്. KL8 ആണല്ലേ? ഇന്ന് എത്ര വണ്ടി നമ്മള് ചോദിക്കണ്ട്? നമ്മള് ചോദിച്ച 2,400 ചോദിക്കണ്ട. നമുക്ക് ഫൈനല് 1,90 ചെയ്ത് കൊടുക്കാം. 1,90,000 രൂപ. കാക്കര വണ്ടി ഓടട്ടെ. ഓ 2,4 ലക്ഷം ചോദിച്ച വണ്ടിക്ക് 1,90,000 18 മോഡല്. അത് സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? 2,300,000 അതിന്റെ വില. നമ്മള് കൊടുക്കുന്ന നോക്കണ്ട. നമ്മള് ചെറിയ ലാഭം എടുത്ത് നമുക്ക് ചെറിയ ചായക്കാട്ടി വണ്ടി കൊടുക്കും. അത് നമ്മള് കയറ്റാറുണ്ട്. അതെ, ഇനി ലോൺ കയറുമ്പോ ഇപ്പൊ ലോൺ കയറാതെ 1,500 രൂപ ലോൺ കിട്ടും. ലോൺ കയറും. വെറും 40,000 50,000 മുടക്കി വണ്ടി ഇറക്കാല്ലേ? ആശക്കാർ വന്നാൽ തെറ്റിപ്പോലെ. അതെ, കസ്റ്റമർ വന്നാൽ വണ്ടി എടുക്കും. അത്രയും ക്ലീൻ പീസ്. വണ്ടി ഒരു അപാകത പറയാല്ല. അതെ, അത്രയും ഗ്യാരണ്ടിയാണല്ലേ? അതേമാതിരി വീണ്ടും ഒരു കുറിച്ചാണല്ലോ ഇത് വന്ന കണ്ടീഷനിലാണ്. ഇത് ഇന്നലെ വന്നിട്ടുള്ളൂ. ഇപ്പൊ വന്നിട്ടുള്ളൂ. എത്ര മോഡല്? ഇത് 2015 വണ്ടിയാ. പേപ്പറൊക്കെ നിലവിൽ 6 മാസം സമയമുണ്ട്. 6 മാസം പേപ്പർ കാര്യങ്ങളൊക്കെ ക്ലിയറിലുണ്ടല്ലേ? അതെ, സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? അപ്പൊ മീഡിയം വൃത്തി പറഞ്ഞാൽ അത് വൃത്തിയാക്കാനുള്ള വണ്ടിയാണ്. അതിനുള്ള വിലക്ക കൊടുക്കുന്നത്. അപ്പൊ വന്നിട്ടുള്ളൂ. ഇത് 15 മോഡൽ ആൽഫ പ്ലസ് ആണ്. എത്ര ആയിട്ടുണ്ട്? നമുക്ക് ഫൈനൽ 88 രൂപ കൊടുക്കാം. 15 മോഡൽ ആൽഫ പ്ലസ്. 15 മോഡൽ ആൽഫ പ്ലസ് ആണ്. 85,000 രൂപ കൊടുക്കല്ലേ? 88,000 രൂപ. 88,000 രൂപയ്ക്ക് പുതിയ പേപ്പർ നിലവിൽ 6 മാസം സമയമുണ്ട്. 6 മാസം പോലെ പേപ്പർ വണ്ടിക്ക് ചെറിയ അപാകതകളൊക്കെ ഒന്ന് അങ്കിക്ക് ആക്കാണ്ട് വന്ന പോലാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കണ്ട്. ക്ലിയർ ആക്കി കുറച്ച് റേറ്റ് കൂടുതലല്ലേ? ഇമ്മ ലോൺ കയറുന്നാല് ലോൺ 60 രൂപ 65 രൂപ ലോൺ കിട്ടും. ലോൺ കയറും. വെറും 30,000 മുടക്കി നമുക്ക് നല്ല അടിപൊളി വണ്ടി ഇറക്കാനല്ലേ? ഓടി പൈസ ഉണ്ടാക്കാൻ പറ്റും. ഒരു കൊല്ലം കൊണ്ട് പൈസ ആവും. ഓടാൻ വെക്കണ്ടല്ലേ? അതെ. അതേപോലെ ഈ ഓട്ടോറിക്ഷയാണ് 2013 വണ്ടി. 12-13 റൈസർ. 12 മോള് 13 രജിസ്ട്രേഷൻ വണ്ടില്ലേ? ഓണർഷിപ്പ് എത്രയാണോ? ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാ. നിലവിലുള്ളല്ലേ? സർവീസ് ചെയ്തിട്ടില്ല. ഇപ്പൊ വന്നിട്ടുള്ള ഒരു ചക്ക ഉണ്ടല്ലേ? ചക്ക തരില്ല. അതല്ല, വെഹിക്കിളാണല്ലേ? എത്ര വണ്ടി നമ്മള് ചോദിക്കണ്ടേ? നിലവില് പേപ്പർ ഒരു 6 മാസം പേപ്പർ ഉണ്ട്. 2012-13 ജനുവരി വണ്ടി. നമുക്ക് ഫൈനൽ 59 രൂപ കൊടുക്കാം. 5,900 കൊടുക്കാം. ആശക്കാരെ കുറക്കും ചെയ്യൂലേ? അതിന് കുറയല്ല, ഫിക്സ്ഡ് പ്രൈസ് ആണ്. ലോൺ കയറുന്നാല് ലോൺ കിട്ടും. 45 രൂപ ലോൺ കിട്ടും. 59,000 വണ്ടിക്ക് 45,000 ലോണും കയറും.
എന്തല്ല ഫുൾ ഓണിലും കൊടുക്കാം. ഇനിയിപ്പോ കുറെ വണ്ടികളുണ്ടല്ലോ അല്ലേ? ഇതിപ്പോ നമുക്ക് കൊണ്ടുവെക്കാലോ വണ്ടി, ആവശ്യക്കാർക്ക് വന്നോട്ടല്ലേ. ഇനി എങ്ങോട്ടാണ് അതിനുള്ള ടാക്സ് ബാക്കിയുള്ള പരിപാടി പേപ്പർ കാര്യങ്ങളൊക്കെ റെഡി അല്ലേ? എല്ലാം ക്ലിയർ. അതെ, 45,000 ലോണും 59,000 ചോദിക്കുന്നുണ്ടല്ലേ? ചോദിക്കല 59,000 ഫിക്സഡ് പൈസ ഫിക്സഡ് ആണല്ലേ? അത് 8 മോഡൽ ആപ്പ എക്സ്ട്രാ ചെറിയ കൊട്ട 18 മോളില് ആപ്പിളല്ലേ? ഇത് ഓണർഷിപ്പ് എത്ര? ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാ നിലവിലുള്ളത്. തുരുമ്പ് 53 നമ്മളോട് റേസർ തന്നെ. കേരള 53 പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ ഉണ്ടല്ലേ? സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊട്ട കാണിച്ചു കൊടുക്കും. കൊട്ട അടിപൊളിയാണ്. ഈ വെള്ളം എന്തായാലും മഴയതുകൊണ്ട് ആയതാണ്, അത് മാറ്റി കൊടുക്കും. ഒന്നും വിഷയല്ലേ? നല്ല വൃത്തിയിലുണ്ടല്ലേ? പേപ്പർ ഇല്ലേ? പേപ്പർ 2027 ഫെബ്രുവരി വരെ പേപ്പർ ഉണ്ട്. പേപ്പർ കാര്യങ്ങൾ അതുണ്ട്. തുരുമ്പ് കാര്യങ്ങൾ അങ്ങനത്തെ മാഞ്ഞാളം തന്നെ ഇല്ല. 18 വണ്ടി 18 മോളല്ലേ? എത്ര ആയിക്കൊണ്ട് നമുക്ക് ഫൈനൽ 1.45 കൊടുക്കാം. 1,45,000 റുപ്യക്ക് ആപ്പ് കൊടുക്കും. അതും പേപ്പറിലുണ്ട്. പേപ്പർ നിലവിൽ ഫെബ്രുവരി വരെ വാലിഡിയുള്ള വണ്ടി ഉണ്ടല്ലോ. ഒരു പേടിയും പഠിച്ചിട്ടുണ്ടല്ലേ? ഇപ്പൊ ലോൺ കയറുമോ? എത്ര ഉറപ്പാ? ഇപ്പൊ ലോൺ ഒരു ഉറുപ്പ് വരെ കയറും. ₹1.5 വരെ കയറും. ലോൺ കയറും. വെറും 40,000 മുടക്ക് വണ്ടി എടുക്കാം. ആവശ്യത്തിന് പറ്റല്ലേ? നമ്മള് കുറച്ചിട്ട് ഇങ്ങനെ കൊടുക്കാണ്. ഫ്രണ്ട്സ്, അപ്പോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഈ ചെറുവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കാണുന്ന മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് ഫോളോ വെക്കുന്ന പഠിത്തല അടിപൊളി വീഡിയോ ആയി കൊടുക്കണം.